എന്താണ് ഇങ്ങനെ? എന്തിനാണ് ഈ കൊച്ചു കുട്ടികളെ പോലെ ഇരുന്ന് ഇങ്ങനെ നീറി കരയുന്നത്? ജീവിതത്തിൽ എന്തോരം അനുഭവങ്ങൾ കടന്നുപോയി. ഇതും അതുപോലെ കടന്നു പോയില്ലേ? നിങ്ങൾ ഇരുന്ന് ഇങ്ങനെ വിഷമിക്കുമ്പോ, ചങ്ക് പിടയുമ്പോ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കാണ് ദോഷം. സമാധാനിക്ക്. പറ്റിപ്പോയി, ജീവിതമാണ്. ഇത് മാത്രമല്ല, ഇനി എന്തോരം പറ്റാനുണ്ട് അല്ലേ? നമ്മൾ എത്രയോരം പറ്റി, എത്രയോ അനുഭവങ്ങൾ നമ്മൾ കടന്നു വന്നു. നിങ്ങളെ കൊണ്ട് പറ്റാത്തതായിട്ട് എന്തുണ്ടെന്നാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ സങ്കടം. സ്വാഭാവികമായിട്ട് മനുഷ്യനാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അവസ്ഥയിലേക്കാണ് നിങ്ങളുടെ മനസ്സ് കൊണ്ടുവന്നെത്തിയത്, അല്ലെങ്കിൽ എത്തിച്ചത്. നിങ്ങൾ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് എനിക്ക് മനസ്സിലാവും എന്ന് കരുതി നിങ്ങളുടെ വിലപ്പെട്ട സമയം, തിരിച്ചു കിട്ടാത്തൊരു സാധനമാണ് സമയം. നിങ്ങൾ ഈ കരഞ്ഞു തീർക്കുന്ന, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന, നിങ്ങളാകെ വല്ലാതൊരിടത്തേക്ക് ചുരുണ്ടുകൂടിയിരിക്കുന്ന ഈ സമയം ഉണ്ടല്ലോ, തിരിച്ചു കിട്ടത്തില്ല. അതിനെന്തോരം വിലയുണ്ടെന്ന് എന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത? പോട്ടെ, നിങ്ങൾ ചിരിക്കുകയാണെങ്കിൽ മറ്റേ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേര് വരുമെന്ന് കവി പോലും എഴുതിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ചിരിക്കുമ്പോൾ ഒരുപാട് പേര് വന്ന് കൂടെ നിന്ന് ചിരിക്കും. നിങ്ങൾ കരയുമ്പോൾ ഒരാളും സപ്പോർട്ട് ചെയ്യില്ല, ഒരാളും കൂടെ കാണില്ല പ്രിയപ്പെട്ടവരെ. ഇനി നിങ്ങൾ ഇരുന്ന് കരഞ്ഞാൽ ആരോഗ്യം ആലോചിക്കുക.